കണ്ണു വലിച്ച് തുറക്കാൻ നോക്കുമ്പോൾ എന്തോ ഭാരം എടുത്തു വെച്ചതുപോലെ. കയ്യും കാലും അനങ്ങുന്നില്ല. തലക്കൽ കത്തിച്ചു വെച്ച നിലവിളക്കിൻ്റെ ചുവട്ടിൽ വെള്ള പുതപ്പിച്ച ഞാൻ 2 തേങ്ങ നടുവേ മുറിച്ച് രണ്ടും തലയ്ക്ക് ഇരുവശത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പാവം വരുണേട്ടൻ എൻ്റെ അടുത്തിരുന്ന് കരയുന്നു. പോരാളി നെഞ്ചത്തടിച്ച് അലറി കൂവുന്നത് കേൾക്കാം. അനങ്ങാൻ പറ്റുന്നില്ല. കയ്യും കാലും കെട്ടിയിട്ട പോലെ. എനിക്ക് മുൻപേ പോയ ഇന്ദു ചേച്ചി എവിടെ? അടക്കി കാണുമോ? കണ്ണൊന്ന് വലിച്ചു തുറന്ന് നോക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി നിവർന്നു കിടപ്പുണ്ട്. ചേച്ചിയെ ഒന്ന് വിളിച്ചു. സ്വർഗമാണോ നരകമാണോ കിട്ടിയത്? എനിക്ക് സ്വർഗം, നിനക്കോ? കയ്യിരിപ്പിന് എവിടെ ചെന്നാലും ചവിട്ടി പുറത്താക്കും പറഞ്ഞുകൊണ്ട് വയറിലൊന്ന് തടവി. ഇന്ദു ചേച്ചി, എൻ്റെ കുഞ്ഞ് ഉറക്കെ നിലവിളിച്ചു. മാളു. വെള്ള പുതപ്പിച്ച എൻ്റെ ഡെഡ് ബോഡി കുലുങ്ങി തുടങ്ങി. പിന്നെയും ആരോ തട്ടി വിളിക്കുന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ശ്രുതി ഡോക്ടർ മുൻപിൽ. ദേവിയെ, പ്രായാധികം മൂലം ഇവരും എൻ്റെ കൂടെ പോന്നു. മാളു, അറിയൂ ഓക്കെ? ചോദ്യം കേട്ടെന്ന് കണ്ണൊന്നുകൂടി ചിമ്മി തുറന്ന് ചുറ്റും നോക്കി. 5-6 തലകൾ എൻ്റെ മുകളിലൂടെ ഓടി നടക്കുന്നു. ഉടലൊന്നും കാണുന്നില്ല. ദേവി, അപ്പം നരകമാണോ ഇത്? എങ്കിൽ ഇപ്പോൾ തല വെട്ടും. മാളു, മോൾക്കൊരു കുഴപ്പമില്ല. ശ്രുതി ഡോക്ടർ കയ്യിൽ പിടിക്കുന്നുണ്ട്. പിന്നെ തല വെട്ടാൻ പോകുമ്പോൾ അല്ലേ അമ്മച്ചി ആശ്വസിപ്പിക്കുന്നത്? എന്നാലും എൻ്റെ കുഞ്ഞും വരുണേട്ടനും. കരഞ്ഞോണ്ട് നോക്കുമ്പോഴുണ്ട് അതാ ഒരു ഗന്ധർവൻ നടന്നു വരുന്നു. കണ്ണൊന്നുകൂടെ ചിമ്മി അതിന് വരുണേട്ടൻ്റെ മുഖം. ചുറ്റും കൂടി എല്ലാവരെയും മാറി മാറി നോക്കി. മാളു. അടുത്തു വന്നതും ഗ്യാപ്പില്ലാതെ ഗന്ധർവൻ. വരുണേട്ടൻ്റെ മുഖം ആകെ ഉമ്മ വയ്ക്കുന്നു. കണ്ണുനീർ കൊണ്ട് മുഖം നനഞ്ഞതും സ്വബോധം വീണു തുടങ്ങി. ഇത്രയും നേരം ഞാനൊരു സ്വപ്നലോകത്തായിരുന്നു എന്ന് മനസ്സിലാക്കി. കുഞ്ഞ്. വേറൊന്നും ചോദിക്കാൻ തോന്നിയില്ല. ചുറ്റും നോക്കിയപ്പോൾ ഒരു മാലാക വെള്ള തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ഒരു പൊതി കയ്യിൽ തന്നു. കണ്ണുകൾ കൂട്ടിയടച്ച് ഉറങ്ങുന്നൊരു കള്ളപ്പൂച്ച. വരുണേട്ടാ. കുഞ്ഞിനെയും ഏട്ടനെയും മാറി മാറി നോക്കി. മോനാ, നമ്മുടെ മോനാ. പറഞ്ഞതാ കണ്ണങ്ങ് കലങ്ങി മറിഞ്ഞിരുന്നു. വാവേ. മുഖത്തോടടുപ്പിച്ച് നെറ്റിയിലൊന്ന് ചുംബിച്ചു. എനിക്കെന്താ പറ്റിയത്? ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു? ഇന്ദു ചേച്ചി, അയാൾ കൊന്നു വരുണേട്ടാ. ഞാൻ കണ്ടു. ഭയമുഖത്ത് നിറഞ്ഞതും ഡോക്ടർ കുഞ്ഞിനെ കയ്യിൽ വാങ്ങി. ആൾക്കൊന്നും പറ്റിയില്ല, നീ ഒന്ന് റിലാക്സ് ചെയ്യ്, എല്ലാം പറഞ്ഞു തരാം. നെറ്റിയിൽ അമർത്തി ചുംബിച്ചു പോകുന്ന വരുണേട്ടനെ നോക്കി കിടന്നു. മുറിയിലേക്ക് മാറ്റും വരെ മനസ്സിരമ്പി കരഞ്ഞുകൊണ്ടിരുന്നു. ചേച്ചിയുടെ തലക്കടി കിട്ടുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ? വരുണേട്ടൻ വന്ന് കാണുമോ? കിഷോർ എവിടെ? ആലോചിച്ച് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു തുടങ്ങി. മുറിയിൽ അമ്മയും ചിറ്റയും അച്ഛനും ചിറ്റപ്പനും സരോജമ്മയുമുണ്ട്. വരുണേട്ട, ഒന്നിങ്ങ് വന്നേ. കൈനീട്ടി വിളിച്ചപ്പോൾ ഓടി വരുന്ന വരവ് കണ്ടാൽ തോന്നും അടുത്ത് തന്നെ വീണ്ടും ഇങ്ങോട്ട് വരേണ്ടി വരുമെന്ന്. അമ്മാതിരി ശുഷ്കാന്തി. അടുത്ത് വന്നതും കയ്യിലൊന്ന് പിടിച്ചു. ഇനി പറ, എന്താ സംഭവിച്ചത്? മോൻ പറയണ്ട, ഞാൻ പറയാം. പോരാളി ഗ്ലാസ്സിൽ എന്തൊക്കെയോ കലക്കിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. മുറ്റത്തെ വരിക്കപ്ലാവിൽ ചക്ക പഴുത്തപ്പോൾ തൊട്ട് നിന്റെ അച്ഛന് നിന്നെ കാണാൻ കൊതി. പാതിരാത്രി ബഹളം വെച്ച് ബംഗാളിയായി കൊണ്ട് ചക്കയും ഇടിച്ച് ഇവൻ്റെ കാറും എടുത്ത് രണ്ടും അവിടുന്ന് തിരിച്ചു. എന്നിട്ട്? ഞാൻ കണ്ണു തള്ളി. എന്നിട്ടെന്താ, ചക്കയും ചുമന്ന് അകത്ത് കയറുമ്പോൾ കാണുന്നതേ ആ പെങ്കൊച്ചിനടിച്ച് താഴെയിട്ട് നിന്നെ കുത്താൻ നിൽക്കുന്ന ആ പിശാചിനെയാണ്. പുറകിൽ കൂടി ചെന്ന് കയ്യിലുണ്ടായിരുന്ന ചക്കയെടുത്ത് അവൻ്റെ തലക്കിട്ട് കൊടുത്തു നിന്റെ ചിറ്റപ്പൻ. ചിറ്റപ്പ, യു ആർ ഗ്രേറ്റ് ചിറ്റപ്പ. എന്നാലും എൻ്റെ വരിക്കച്ചക്ക പോട്ടെ, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. ഇല്ലേ, അടുത്ത കൊല്ലം വരിക്കച്ചക്ക തിന്നാൻ ഞാൻ കാണുമായിരുന്നോ? നിന്റെ അച്ഛൻ കയ്യിലിരുന്ന തേങ്ങ കൊണ്ട് അവൻ്റെ തലയും തല്ലിപ്പൊളിച്ചു. ചിറ്റപ്പൻ്റെ വണ്ടിയിൽ നിന്നെയും ആ കൊച്ചിനെയും പൊക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, രണ്ടും കൂടെ. ദേവി, ഞാൻ 2 പേരെയും മാറി മാറി നോക്കി. കിലുക്കത്തിലെ രേവതി ചേച്ചി നിൽക്കും പോലെ ഞാൻ ഇത്രയും ചെയ്തുള്ളൂ എന്ന ഭാവമുഖത്ത്. പതുക്കെ വരുണേട്ടനെ നോക്കി. ബാക്കി ഞാനെന്താ പറയാൻ പോകുന്നത് എന്ന് ഊഹിച്ചത് കൊണ്ടായിരിക്കും ആ മുഖത്തൊരു കള്ളച്ചിരി. ഞാനൊന്ന് പുളകിതയായി. എന്തായിരുന്നു എൻ്റെ ചിറ്റപ്പൻ്റെ അംബാസഡർ കാറിൽ കയറ്റിയ എനിക്കെന്തോ പറ്റും. നോക്ക് മനുഷ്യ, അവസാനം ഞങ്ങളുടെ അംബാസഡർ തന്നെ വേണ്ടി വന്നു. അല്പം ജാടയൊക്കെ ഇട്ട് ഞാൻ ഒന്ന് നിവർന്നിരുന്നു. എന്നിട്ടവൻ ചത്തോ? എങ്കിൽ അച്ഛനും ചിറ്റപ്പനെയും ഇനി ജയിലിൽ കാണേണ്ടി വരില്ലേ? വരുണേട്ടോ, ജയിലിൽ ചപ്പാത്തി ചിക്കൻ കറി തന്നെ കൊടുക്കാൻ പറയണേ ഇവർക്ക്. പറഞ്ഞുകൊണ്ട് നോക്കിയതും ദയനീയമായി എന്നെ നോക്കുന്ന 4 കണ്ണുകൾ. ഇല്ല, ചത്തില്ല. ഇനി അവനെ ഒന്നിനും കൊള്ളില്ല. അവനെ നോക്കിയ ഡോക്ടർ പറഞ്ഞു.
വരുണേട്ടൻ കയ്യിൽ പിടിച്ച് പതിയെ ചെവിയോരം വന്നു. നിന്റെ ചിറ്റപ്പനെ പഴയ കളരിയാണല്ലോ. അവൻ്റെ മർമ്മം നോക്കിയല്ലേ കൊടുത്തത്. അവനെ എന്തു ചെയ്തു പിന്നെ? ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അത് പറഞ്ഞ് എഴുന്നേൽക്കാനായി പോയ വരുണേട്ടൻ്റെ കയ്യിൽ പിടിച്ചു. കുറേയായി നിങ്ങൾ അവൻ്റെ കാര്യം നോക്കുന്നു. വരിക്കച്ചക്ക മുഴുവൻ തീർന്നു ഓർമ്മ വേണം. പോടി അവിടുന്ന്. ചിരിച്ചുകൊണ്ട് കയ്യിൽ മെല്ലെ ഒന്ന് തട്ടി. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നിന്നെയും കുഞ്ഞിനെ കിട്ടൂ എന്ന് പോലും കരുതിയില്ല എൻ്റെ മാളു. സരോജമ്മ കരയുന്ന കുട്ടാപ്പൂവിനെ എൻ്റെ കയ്യിൽ തന്നു. അപ്പോഴേക്കും അച്ഛനും ചിറ്റപ്പനും പുറത്തു പോയി. വരുണേട്ടൻ പോകുന്നില്ലേ? ചെറിയ നാണത്തോടെ ഞാൻ ചോദിച്ചു. ഞാനെന്തിനാ പോകുന്നേ? പൊട്ടൻ അവിടെ തന്നെ നില ഉറപ്പിച്ചു. കരയുന്നത് കണ്ടില്ലേ? എനിക്കിവന് കണക്ഷൻ കൊടുക്കണം. പുറത്ത് പോയി പിന്നെ വാ. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. കുട്ടാപ്പൂവിന് നെറ്റിയിൽ ചുണ്ടമർത്തി ആരും കാണാതെ എന്നെ കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. കുട്ടാപ്പൂവിനെ കാണാൻ വീട്ടിൽ വരുമ്പോൾ ഇന്ദു ചേച്ചിയുടെ തലയിൽ വട്ടത്തിലൊരു കെട്ടുണ്ട്. ഇതാര്? ബാലചന്ദ്ര മേനോനോ? തലയിൽ കെട്ടൊക്കെ ഉണ്ടല്ലോ. പോടി അവിടുന്ന്. തോളിലൊന്ന് തല്ലി കുട്ടാപ്പൂവിനെ കയ്യിലെടുത്തു. ജീവനോടെ രണ്ടിനെയും കിട്ടുമെന്ന് ഓർത്തതല്ലല്ലോ ദൈവമേ. കിച്ചുവാവേ, കുഞ്ഞിനെ കാണിച്ച് രണ്ടുപേരും അവനെ കൊഞ്ചിച്ചു തുടങ്ങി. അപ്പോൾ നിങ്ങളോ? ആദ്യം ചേച്ചി പോയി. എനിക്ക് ടിക്കറ്റ് എടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നൊന്തോ ചേച്ചി? പതുക്കെ ആ കെട്ടിലൊന്ന് ചൂണ്ടുവിരൽ കൊണ്ടൊന്ന് കുത്തി. പതുക്കെ ഞെക്കടി. പിന്നെ തലക്കടിയേറ്റാലും നല്ല സുഖമല്ലേ? അല്ലേടാ വാവേ? മാളു, അവൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെയും വരില്ലേ? ഇന്ദു ചേച്ചി എന്നെ ഒന്ന് നോക്കി. ആ, ഇവിടെ ഒരാൾ നോക്കിക്കോളുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ടെന്ന് പറഞ്ഞതാ. ചാകാതിരിക്കുന്ന ആരുടെയോ ഭാഗ്യം. പറഞ്ഞു നോക്കിയതും വരുണേട്ടനെ വാതിൽക്ക് കണ്ണും തുറപ്പിച്ച് നോക്കി നിൽക്കുന്നു. അല്ല, വരിക്കപ്ലാവ് വെട്ടാൻ പോകുമെന്ന് അമ്മ പറഞ്ഞു ചേച്ചിയോട്. അത് പറയുമായിരുന്നു ഞാൻ. ചുണ്ടമർത്തി ഒന്ന് ചിരിച്ചു. കുഞ്ഞച്ഛനെ പോലെ തന്നെ കേട്ടോ. അതുപോലെ വാർത്തു വെച്ചിരിക്കുന്നു. ഇന്ദു ചേച്ചി പറഞ്ഞതൊരു പുരികം ചലിപ്പിച്ച് എന്നെ നോക്കി. ഞാനെന്താ ഫോട്ടോസ്റ്റാറ്റ് മാഷിനോ? ഇതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ച് കുശുമ്പ് കയറി കുഞ്ഞിനെ എത്തി നോക്കി. ഓ, ചേച്ചി പറഞ്ഞത് നേരാ. ചേച്ചി പറഞ്ഞതാ ശരി കേട്ടോ. താടിക്ക് കൈ കൊടുത്തു നിരുന്നു. ആ കണ്ണും മൂക്കും വായും പിന്നെ രണ്ടു. മാളു പറഞ്ഞു തീരും വരുണേട്ടന് ദയനീയമായ വിളി. പോരാത്തതിന് കണ്ണും ഉരുട്ടുന്നുണ്ട്. ഇന്ദു ചേച്ചിയും കണ്ണു തള്ളിയിരിപ്പുണ്ട്. പിന്നെ രണ്ട് നുണക്കുഴിയുമെന്ന് പറയാൻ വന്നതാ. അതിനാണോ മനുഷ്യനെ നോക്കി പേടിപ്പിക്കുന്നത്? രണ്ടുപേരെയും മാറി മാറി നോക്കി പാവം ഞാൻ നിഷ്കും. വരുണേട്ടൻ ശ്വാസം വലിച്ചു വിട്ട് എന്നെ ഒന്ന് നോക്കി. നീ കുഞ്ഞിന് പാല് കൊടുക്ക്. കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് കിച്ചുവിനെ കൊണ്ട് നിന്ന നിൽപ്പിൽ അപ്രതീക്ഷിതമായി ഇന്ദു ചേച്ചി. കട്ടിലിൽ ഇരുന്നു കൊണ്ട് വാവെ കയ്യിലേക്ക് വാങ്ങി. ഞൊട്ടി നുണഞ്ഞ് ചെറുതായി ശബ്ദമുണ്ടാക്കി തുടങ്ങിയിരുന്നു കുട്ടാപ്പൂ. പതുക്കെ ആ ചെറു ശബ്ദം നീണ്ടു തുടങ്ങി. നിന്റെ അച്ഛനല്ലേ മോനെ പറയുന്നേ? കരയല്ലേ? കരയുന്നതിന് കുഞ്ഞിനെ ആശ്വസിപ്പിച്ച് തുടങ്ങി. ഇതെന്താ? കിരീടം സിനിമയിലെ തിലകൻ കത്തി താഴെയിടാൻ പറയും പോലെ കൊച്ചിനെ ഇങ്ങതാ. ഞാൻ കൈനീട്ടി. അതെന്താ? ഞാൻ വിചാരിച്ചാലേ അവൻ്റെ കരച്ചിൽ മാറില്ലേ? എൻ്റെ കയ്യിൽ തരാതെ വാശി കുഞ്ഞിനെ പിടിച്ചു വെച്ചു. നിങ്ങൾ കയ്യിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ എടുത്ത് വായിൽ വെച്ച് കൊടുക്ക്. കരച്ചിൽ മാറും. കുഞ്ഞു കളിക്കാതെ കൊച്ചിനെ വിടത്താ. അതിന് വിശക്കുന്നുണ്ട്. പതിയെ കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങി അവൻ്റെ വിശപ്പിനുള്ള അമൃത് അവനിലേക്ക് പകർന്നു നൽകി. മാളു, ഒരുപാട് പേടിച്ചു പോയോ നീ? പാല് കുടിച്ചുറങ്ങുന്ന കുഞ്ഞിൻ്റെ തലയിൽ തലോടി എന്നെ ഒന്ന് നോക്കി. അങ്ങനെ ചോദിച്ചാൽ പേടിച്ചു ഒരുപാട്. ഇനി ഒരിക്കലും വരുണേട്ടൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ലെന്നാണ് കരുതിയത്. ഈ സ്നേഹം എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നോർത്ത് കുഞ്ഞിനെ അടർത്തി മാറ്റി കട്ടിലിൻ്റെ വശത്തേക്ക് ചേർത്ത് കിടത്തി നന്നായി പുതപ്പിച്ചു. വരുണേട്ടൻ പേടിച്ചോ? എനിക്ക് ഫോൺ വരുമ്പോൾ എല്ലാം തീർന്നു എന്നാണ് വിചാരിച്ചത്. എൻ്റെ ജീവിതം ഇവിടെ തീർന്നു എന്ന് കരുതി. മണിക്കൂറുകളെടുത്ത് ഓപ്പറേഷൻ കഴിയാൻ. തിരിച്ചു കിട്ടുമെന്നൊരു ഉറപ്പ് ഡോക്ടർ പോലും ഇല്ലായിരുന്നു. എൻ്റെ കയ്യിന്മേൽ ചുണ്ട് ചേർത്തു. അവൻ ഡിസ്ചാർജ് ആയാൽ വീണ്ടും വരില്ലേ വരുണേട്ട? നിസ്സംഗതയോടെ ആ മുഖത്തേക്ക് നോക്കി. ഡിസ്ചാർജ് ആയാലല്ലേ അപ്പം നോക്കാം. പോരെ? ഇപ്പം റെസ്റ്റ് എടുത്തോ. 3 മാസത്തോളം നല്ലപോലെ റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എഴുന്നേറ്റ് എൻ്റെ മൂർത്താവിൽ ചുംബിച്ചുകൊണ്ട് പോകുന്ന വരുണേട്ടനെ നോക്കിയിരുന്നു ഞാൻ. ആ മനസ്സിലെ തീരുമാനങ്ങൾ എന്താണെന്നറിയാതെ. ദിവസങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. കുട്ടാപ്പൂവിന് 5 മാസമായി. ചെറുകളിച്ചിരിക്കൽ കൊണ്ട് വീട് അലങ്കരിക്കുന്നതിനു കൂടുതൽ ഞാൻ അലങ്കോലപ്പെടുത്തിയിരുന്നു. മുട്ടിലിഴയുന്ന കുട്ടാപ്പൂവിനെ പിന്തുടർന്ന് മുട്ടിലിഴഞ്ഞ് ഞാൻ നീങ്ങുമ്പോൾ താഴെ സരോജമ്മയുടെ ഉറക്കെയുള്ള നിലവിളി കേൾക്കാം. മാളു, ഓടിവായോ. കുട്ടാപ്പൂവിനെ കയ്യിലെടുത്ത് താഴേക്ക് ചെല്ലുമ്പോൾ കണ്ണുമിഴിച്ച് വാതിൽക്ക് നോക്കി നിൽക്കുന്ന സരോജമ്മയെ കണ്ട് എൻ്റെ കണ്ണും ആ ദിക്കിലേക്ക് പോയതും അതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പത്തിൽ ഒന്ന് മിഴിഞ്ഞു. കിഷോർ,
പറ്റുവെട്ടിയ മുടിയും മുഖം മുഴുവൻ കറുപ്പ് പടർന്നിരിക്കുന്നു. അമ്മേ. കുഞ്ഞിനെ ഒരു കയ്യിൽ താങ്ങിയെടുത്ത് കൈക്കൊണ്ട് അമ്മയെ പിടിക്കുമ്പോൾ അതിലും വേഗത്തിൽ അമ്മേൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ബെസ്റ്റ്. ഒരു ധൈര്യത്തിനാണ് അമ്മയെ പിടിച്ചത്. അപ്പോൾ അമ്മയ്ക്ക് ധൈര്യം കൊടുക്കേണ്ട അവസ്ഥയായി. മോനെ, നീ എന്നെ കൊന്നോ? ഈ കുഞ്ഞുങ്ങളെ വെറുതെ വിടണേ. അതൊരു തെറ്റും ചെയ്തിട്ടില്ല. കൊച്ചല്ലേ. ഈ കുഞ്ഞിനുള്ള ബോധം പോലും ഇല്ലാത്ത കൊച്ചാണ്. എൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ട് അവനെ തൊഴുതു നിൽക്കുന്ന സരോജമയെ ഒന്ന് നോക്കി. ചാകാൻ പോകുമ്പോഴും എന്നെ ട്രോളി ആ മഹാനുഭാവ. മാളവികയോട് ക്ഷമ ചോദിക്കാനാണ് ഞാൻ വന്നത്. കിഷോറിൻ്റെ വാക്കുകൾ കേട്ടതും കണ്ണുകൾ ബുൽസൈ പോലെ ഒന്നുകൂടെ തള്ളി. വരിക്ക് ചക്ക കടികിട്ടിയതോടെ ഈ വട്ടൻ്റെ റിലേ മുഴുവൻ പോയോ? ആലോചിച്ച് തീരും മുൻപേ കയ്യിലിരുന്ന് എൻ്റെ വിത്ത് കിഷോറിൻ്റെ മേലെ ചാടാൻ ഒരുങ്ങിയതും ഒരുമിച്ചായിരുന്നു. ചിരിയോടെ കിഷോർ കൈനീട്ടിയതും അവനെ ഞാൻ പുറകോട്ട് വലിച്ചു. ഇനി കുഞ്ഞിനെ കൊണ്ട് ഓടാനുള്ള പ്ലാനാണെങ്കിലോ? നീ ധൈര്യമായിട്ടും അവനെ കിഷോറിൻ്റെ കയ്യിൽ കൊടുത്തോ? വാതിൽക്കൽ വരുണേട്ടൻ, കൂടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഭുവനും. രണ്ടുപേരെ കണ്ടതും കുറേ നേരം മുൻപ് ശരീരത്തിൽ നിന്നും ഇറങ്ങിപ്പോയ ശ്വാസം ഒരു തള്ളലോട് അകത്തേക്ക് വന്നു. വരുണേട്ടാ. ഉള്ളിൽ നിന്നും അറിയാതെ വന്നുപോയി. അപ്പോഴാണ് പുറകിൽ നിന്ന് വരുന്ന നിഴലിനെ കണ്ട് ദേവുവിൻ്റെ മുത്തശ്ശി, പുറകെ രണ്ടുപേരും. മോൾക്ക് ഞങ്ങളെ അറിയില്ലായിരിക്കുമല്ലേ? അതിലെ പുരുഷകേസരി മുഖത്ത് നോക്കി ചോദിച്ചതും ഇല്ല എന്ന് തലയാട്ടി. കിച്ചൻ്റെ അച്ഛനും അമ്മയുമാണ്. ഓ, ഈ മുതലിന് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട് അല്ലേ? കിഷോറിനെ അടിമുടി നോക്കി. എന്നിട്ടും എന്താ ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ വരുണേട്ടനെ നോക്കി. സത്യങ്ങൾ മനസ്സിലാക്കാൻ കിഷോർ തുനിഞ്ഞില്ല. അതാണ് ഇത്രയും നാൾ പ്രശ്നങ്ങളെല്ലാം കാരണം. അവൻ്റെ മനസ്സ് നൂല് പൊട്ടിയ പട്ടം കണക്കെ ആയിരുന്നു. കുറച്ച് സമയമെടുത്ത് ആളെ പറഞ്ഞ് മനസ്സിലാക്കി യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ. ഇനി മാളവിക പേടിക്കേണ്ട. എല്ലാ തെറ്റിദ്ധാരണയും മാറിയ കിഷോറാണ് നിന്റെ മുൻപിൽ നിൽക്കുന്നത്. ഡോക്ടർ അത് പറഞ്ഞപ്പോഴും സംശയത്തോടെ വരുണേട്ടനെ നോക്കി. അടുത്ത് വന്ന് ചേർത്തു നിർത്തി. ഡോക്ടർ പറഞ്ഞത് ശരിയാണ് മാളു. മാനസിക നില നേരെയായപ്പോൾ ദേവുവിൻ്റെ ഡയറി കിഷോറിന് നൽകി. അത് വായിച്ച് കുറേ കരഞ്ഞു അവൻ. ഒന്നും മനസ്സിലായി കാണില്ലായിരിക്കും, അതാ. എൻ്റെ ശബ്ദമുയർന്നതും വരുണേട്ടൻ തുറിച്ചു നോക്കി. പിന്നെ അല്ലാതെ സ്വഭാവമുള്ളവർ മനസ്സിലാകില്ലേ പിന്നെ? അല്ല ഈ വട്ടന്, ഉള്ളിൽ പറഞ്ഞുകൊണ്ട് മെല്ലെ തലതാഴ്ത്തി. എല്ലാം അറിയാൻ ഒരുപാട് വൈകി. അപ്പോഴേക്കും ജീവിതം കൈവിട്ട് പോയിരുന്നു. ക്ഷമിക്കണം എന്നോട്. കിഷോറിൻ്റെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് മുഖത്തേക്ക് നോക്കുമ്പോൾ ആ കണ്ണിലെ നനവിൽ ഒളിഞ്ഞിരിക്കുന്ന ആത്മാർത്ഥത എനിക്കറിയാൻ കഴിഞ്ഞു. സാരമില്ല, അറിയാതെയില്ലേ, എനിക്ക് ദേഷ്യമൊന്നുമില്ല. എൻ്റെ ദേവുവിൻ്റെ കിച്ചേട്ടനല്ലേ, എനിക്ക് ഏട്ടനെ പോലെ തന്നെയാണ്. എൻ്റെ കണ്ണും നിറഞ്ഞിരുന്നു. ആര് പറഞ്ഞു കിഷോറിൻ്റെ ജീവിതം കൈവിട്ട് പോയെന്ന്? അത് തിരികെ തരാൻ തയ്യാറായ ഒരാളുണ്ടല്ലോ. അത് പറഞ്ഞു വരുണേട്ടൻ എന്നെ ഒന്ന് നോക്കി. ദേവി, ഇങ്ങേരിന് എന്നെ എങ്ങാനും ഇവന് കൊടുക്കാൻ പോകുവാണോ? ഞാൻ പോവൂല. കണ്ണൊന്ന് തള്ളി നോക്കിയതും ഭുവൻ ഡോക്ടർ ആരെയോ വിളിക്കുന്നത് കേട്ടു. പുറത്തുനിന്നും കിച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് ഇന്ദു ചേച്ചി അകത്തേക്ക് വന്നു. ദാ, ഇനി നിന്റെ ജീവിതം ഇതാണ്. ഇന്ദു ചേച്ചിയെ കുറച്ചുകൂടി കിഷോറിനടുത്തേക്ക് അടുപ്പിച്ച് വരുണേട്ടൻ പറയുമ്പോൾ ഒന്നും മനസ്സിലാകാതെ ഞാൻ വാപ്പൊളിച്ചു നിന്നു. ഇതിപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്? വന്നവരുടെ മുഖത്തെ സന്തോഷം കിഷോറിൻ്റെ അമ്മ കിച്ചുവിൻ്റെ നെറ്റിയിൽ ഉമ്മ വയ്ക്കുന്നു. കിഷോർ നിലത്ത് കളം വരയ്ക്കുന്നു. ഞാനും സരോജമയും പൊട്ടനാട്ടം കാണും പോലെ നോക്കി നിൽപ്പുണ്ട്. അപ്പോൾ അടച്ചു വെക്കടി, ഇവർ പോയിട്ടെല്ലാം പറഞ്ഞു തരും. വരുണേട്ടൻ അത് പറയുമ്പോൾ തുറന്ന വാ പ്ലക്ക് എന്ന് പറഞ്ഞ് അടച്ചു. എല്ലാവരും കാറിൽ കയറി പോകുമ്പോഴും ഒന്നും മനസ്സിലാകാതെ സരോജമ്മയും ഞാനും മുഖത്തോട് മുഖം നോക്കുന്നു. കുട്ടാപ്പുവിനൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമാകാത്തത് ഭാഗ്യം. ദേ വരുണേട്ട, ഇവിടെ ഇപ്പം എന്താ നടന്നെന്ന് സാരി തുമ്പ് എളിയിൽ കുത്തി മിഴിച്ചു നോക്കി. സരോജമ്മയും അതേ നിൽപ്പാണ്. ഇതിപ്പോൾ എന്താണെന്ന് അറിയണമല്ലോ. കുട്ടാപ്പുവിനെ അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങി സെറ്റിയിലേക്കിരുന്ന് ഞങ്ങളെ മാറി മാറി നോക്കി. എൻ്റെ മാളു, അവന് സ്വബോധം വീണപ്പോൾ നേരിയ ഓർമ്മ പോലും ഇന്ദുവിനെ തലക്കടിച്ചത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം എന്നെ ഉപദ്രവിച്ചതോ? അതൊന്നും അവൻ്റെ തലയിലില്ലേ? ഞാനെന്താ പുറംപോക്കോ? അതെങ്ങനെ അവൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ? സമയമാകുമ്പോൾ നീ എല്ലാം അറിയുമെന്ന്. ഇതുവരെ സമയമായില്ലേ? നീ മുഴുവൻ കേൾക്ക് പെണ്ണെ, എന്നിട്ട് തുള്ളുകിടന്ന്. വരുണേട്ടൻ്റെ ശബ്ദമുയർന്നു. അവൻ നിന്നെ ഉപദ്രവിക്കുന്നത് അവൻ്റെ ഉള്ളിലെ പകമൂലമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇന്ദുവിനെ കൂടി ബലിയാടാക്കിയത് അവന് വിഷമമായി. അവളോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. അത് നല്ലൊരു സിംറ്റം ആയതുകൊണ്ട് ഞാനൊരു ദിവസം അവളെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി, കൂടെ അവളുടെ കുഞ്ഞും. അന്നൊരു ദിവസം മുഴുവൻ ഞാൻ നല്ല ബിസി ആയതുകൊണ്ട് വൈകിട്ടാണ് രണ്ടുപേരെയും തിരിച്ചു കൊണ്ടുവന്നത്. പക്ഷേ അതിനിടയിൽ ആ കുഞ്ഞിൻ്റെ കളിച്ചിരികൾ അവനിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കി. അന്ന് മുഴുവൻ ഹാപ്പി ആയിരുന്നു അവൻ. ഇന്ദുവിൻ്റെ പ്രസൻസ് അവനെ ഒരുപാട് മാറ്റിമറിച്ചു.
നീ എന്നോട് ചോദിച്ചില്ലേ ഹോസ്പിറ്റലിൽ ഇന്ദുവിനൊരു ജോലി നൽകാൻ ആദ്യം? ഞാൻ എതിർത്തത് ഓർമ്മയില്ലേ? ആ ചേച്ചിയുടെ കഷ്ടപ്പാട് കണ്ടു പറഞ്ഞതാ. അതിനെ വളർത്തേണ്ടേ അവർക്ക്. എത്ര പറഞ്ഞിട്ടാ നിങ്ങൾ ജോബ് നൽകിയത് തന്നെ? ഞാൻ വരുണേട്ടനെ ഒന്ന് നോക്കി. അതെ, പിന്നെ മെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജോബ് ഓഫർ ചെയ്തു. അവൾ അത് സമ്മതിച്ചു. കിഷോറിൻ്റെ കൂടെ നിന്നൊരു നല്ലൊരു സൗഹൃദം അവിടെ വളർന്നു. അതിനുപരി അവൾ നൽകിയ കെയറിങ്ങും നഷ്ടപ്പെട്ട സ്നേഹവും തിരികെ ലഭിക്കും പോലെ അവൻ ഓരോ നിമിഷവും അത് ആഗ്രഹിച്ചു തുടങ്ങി. പതിയെ അവളുടെ ദുഃഖങ്ങളും അവനോട് പങ്കുവച്ചു. 18-ാം വയസ്സിൽ ഒളിച്ചോടി വിവാഹം നടന്നതും വീട്ടുകാർ ഉപേക്ഷിച്ചതും 19-ാം വയസ്സിൽ ഗർഭിണിയായിരുന്നപ്പോൾ വിധവയായതും ഇപ്പോൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവൾ ഉൾപ്പെടെയെല്ലാം. അതോടെ അവൻ അവളെ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങി. അവൻ്റെ ജീവിതത്തിലേക്ക് അവളെ ക്ഷണിച്ചപ്പോൾ അവൾ ആദ്യം എതിർത്തു. അത് അവനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല, മറിച്ച് ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. അതെന്താ? ഞാനും സരോജമയും ആകാംക്ഷയോടെ നോക്കി. അവനേക്കാൾ 2 വയസ്സ് മൂത്തതാണ് അവൾ. പിന്നെ 8 വയസ്സുള്ള കുഞ്ഞിൻ്റെ അമ്മയും. അതൊക്കെ ഒരു കാരണമായിരുന്നു അവളുടെ മുൻപിൽ. പിന്നെ കിഷോറിൻ്റെ അച്ഛനും അമ്മയും വന്ന് അവരും മുത്തശ്ശിയും ഞാനും ഭുവനും എല്ലാവരും അവളോട് സംസാരിച്ചു. ഈ ജന്മം അവർ ഒന്നിക്കാനാണ് മാളു വിധി. അതിന് നിമിത്തം മാത്രമാണ് നീ. പുറകിൽ ഒരു പൊട്ടിക്കരച്ചിൽ കേട്ട് ഞാനും വരുണേട്ടനും തിരിഞ്ഞു നോക്കി. സരോജമ്മ മൂക്ക് പിഴിയുന്നു. എൻ്റെ മോള് കുറേ അനുഭവിച്ചു. ഇനിയെങ്കിലും അവൾ നല്ല പോലെ ജീവിക്കട്ടെ പദം പറയുന്നുണ്ടമ്മ. ഏട്ടാ, അയാളുടെ കൂടെയുള്ള ജീവിതം റിസ്ക് അല്ലേ? ഇനി പഴയതുപോലെ ആയാൽ? സംശയത്തോടെ വരുണേട്ടനെ നോക്കി. ഇല്ല മാളു, അവളുടെ സ്നേഹം കൂടിയുള്ളപ്പോൾ അവനിനി പഴയ കിഷോറാകില്ല. കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്ന് മുകളിലേക്ക് കയറി. വരുണേട്ട, നിങ്ങൾ ബ്രോക്കർ ആയിരുന്നു. സകലമാന കല്യാണത്തിൻ്റെയും ഹോൾസെയിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. അതേടി, ആ പണിയും ചെയ്തിട്ടുണ്ട് ഞാൻ, ജീവിക്കാനായിട്ട്. കേട്ടോടി പുട്ടിക്കാളി. മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിക്കുമ്പോൾ കുട്ടാപ്പ് കുതിച്ച് മുൻപോട്ട് ചാടി തുടങ്ങി. സ്നേഹയും ശ്രീകാന്തും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതോടെ അവളുടെ പേര് പറഞ്ഞ് വരുണേട്ടനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ആ ശ്രുതി ഡോക്ടർക്ക് 10 വയസ്സെങ്കിലും കുറഞ്ഞിരുന്നേൽ ആ സ്ഥാനത്ത് അവരെ അക്കമഡേറ്റ് ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ ഒന്നും പറ്റാത്ത അവസ്ഥയായി മാറി. ചിറ്റപ്പൻ പുതിയ വീട് വെച്ചു മാറാൻ നേരം കട്ടിൽ പണിയാൻ ഒരു ദയാദാക്ഷിണവും കൂടാതെ എൻ്റെ വരിക്ക പ്ലാവ് വെട്ടി. കുട്ടേട്ടൻ ജിമ്മിൽ പോയൊരു കൊച്ച് ജോൺ എബ്രഹാമൊക്കെ ആയി മാറി. അതോടെ പെൺപിള്ളേരുടെ ക്യൂ സഹിക്കാൻ വയ്യാതെ ഫൈനൽ ലിസ്റ്റിൽ വന്ന ഒരെണ്ണത്തിനെ പട്ടാളവും പോരാളിയും കൂടി സെലക്ട് ചെയ്ത് പോരാളിക്ക് എൻ്റർടൈൻമെൻറ്റ് വഴക്കിടാൻ ഒരു മരുമകളുമായി. ചിക്കു ബിടെക് കഴിഞ്ഞ് എണ്ണിയാൽ തീരാത്ത സപ്ലി ഇനി എന്നെഴുതി തീരുമെന്ന് വിചാരിച്ച് കറങ്ങി തിരിഞ്ഞ് നടന്നു തുടങ്ങി. ചിമ്മു നമ്മളെപ്പോലെയല്ല, വലിയ പഠിപ്പിസ്റ്റായി 10ാം ക്ലാസ്സിലേക്ക് കടന്നു. അപ്പുവേട്ടൻ പ്രസിഡന്റ് കയ്യിൽ നിന്നും മികച്ച കർഷകനുള്ള അവാർഡൊക്കെ വാങ്ങി നാട്ടിൽ പ്രമുഖനായി മാറി. എൻ്റെ പിന്നാലെ തന്നെ ലോട്ടറി അടിച്ച രേവതി ചേച്ചിക്ക് ഇരട്ട കുട്ടികളായിരുന്നു. പട്ടിക്കുട്ടികളുടെ കൂട്ടത്തിൽ ഇരട്ട കുട്ടികളും ജീവിതം തുടങ്ങി. സരോജമ്മ 2 പേരെ നോക്കാനിപ്പോൾ സ്ഥിരം അവിടെയാണ്. രഞ്ജുവേട്ടൻ കുളക്കടവിൽ പെണ്ണുങ്ങളുടെ കുളിസീൻ പിടിക്കാൻ പോയി. നാട്ടുകാരുടെ പഞ്ഞിക്കിഴിട്ടതോടെ നാടുവിട്ടു പോയി. കിഷോറിനും ഇന്ദു ചേച്ചിക്കും കിച്ചുവിനെ കൂടാതെ ഒരു മോളെയും ദൈവം കൊടുത്തു. ആ മോൾക്ക് ദേവിക എന്ന് പേര് നൽകി. ദേവുവിൻ്റെ സ്നേഹത്തെ കിഷോർ അംഗീകരിച്ചു. കുട്ടാപ്പു ഒന്ന് നിൽക്കുന്നുണ്ടോ? സ്കൂളിൽ പോകാൻ നേരം രാവിലെയുള്ള അംഗമാണ് ഞാനും കുട്ടാപ്പു എന്ന ഞങ്ങളുടെ മകൻ വൈദേവ് വരുണു. അവനെ പിടിച്ചു കെട്ടി കസേരയിലിരുത്തി ഷൂവും സോക്സും ഇടിച്ചു. മാളു, ഏതുവരെയായി ഒരുങ്ങിയില്ലേ? ഷർട്ടിൻ്റെ സ്ലീവ് ബട്ടൺ ഇട്ടുകൊണ്ട് മുകളിൽ നിന്നും ഇറങ്ങി വരുന്ന വരുണേട്ടൻ. എൻ്റെയും കുട്ടാപ്പുവിൻ്റെയും കുരുത്തക്കേട് കാരണം കണ്ണ് തള്ളി തള്ളി കാഴ്ചക്ക് പ്രശ്നമായതോടെ സ്ഥിരമായി കണ്ണാടിയിലേക്ക് മാറി വരുണേട്ടൻ. ഞങ്ങൾ റെഡി എൻ്റെ പൊന്നു സാറേ. അല്ലേടാ കുട്ടാപ്പു? അവൻ്റെ കവിളിൽ മെല്ലെ ചുണ്ടമർത്തി. അച്ഛയുടെ വാവിങ് വന്നേ. കുട്ടാപ്പുവിനെ എടുത്തു പൊക്കി വരുണേട്ടൻ. സ്കൂളിൽ ചെന്ന് അമ്മയെപ്പോലെ കുരുത്തക്കേടൊന്നും കാണിക്കരുത് കേട്ടോ. ഇല്ല അച്ഛാ. വരുണേട്ടൻ്റെ മുഖത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് കുട്ടാപ്പു പറഞ്ഞു. കുട്ടാപ്പുവിനെ സ്കൂളിൽ കൊണ്ടു ചെന്ന് വിട്ട് തിരിച്ചു വരുമ്പോൾ പതിയെ വരുണേട്ടൻ്റെ തോളിലേക്ക് കിടന്നു. എന്തു പറ്റി ഇന്ന് പതിവില്ലാതെ ഒരു സ്നേഹപ്രകടനം? ഷവർമ്മ വേണോ? ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു. വേണം. 1 അല്ല 2 ഒന്നെനിക്കും ഒന്ന്. സംശയത്തോടെ മുഖത്തേക്ക് നോക്കി. കുട്ടാപ്പുവിനെ കൂട്ടായി ഒരാളും കൂടെ വരുന്നോ എന്ന് സംശയം പറഞ്ഞുകൊണ്ട് നാണത്താൽ മുഖം പൊത്തി. സത്യമോ? കാർ ബ്രേക്ക് പിടിച്ചുകൊണ്ട് വലത്തേ കൈയാൽ മെല്ലെ ഉദരത്തിൽ തഴുകി മൂർത്താവിലൊന്ന് ചുംബിച്ചു. മാളു, നമുക്കെന്നാൽ ഇപ്പോൾ തന്നെ ശ്രുതി ഡോക്ടറെ കാണാം. ആവേശത്തോടെ വണ്ടി മുന്നോട്ടെടുത്തു. എൻ്റെ പൊന്നെ,
പണ്ടേ സൂചി ഏതാ നൂലേതാ എന്ന് അറിയണേൽ അവർ രണ്ടാമത് ഒന്നുകൂടെ നോക്കണം. ഇപ്പോൾ മുഴുവൻ റിലേ പോയി കാണും. എൻ്റെ ദേവിയെ, എന്നെയും എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും കാത്തോളണേ. ചിരിച്ചുകൊണ്ട് ആ തോളിലേക്ക് കിടന്നു. വരുണേട്ടനോട് ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇതുവരെ തന്ന സന്തോഷവും മരിക്കും വരെ കൂടെ കാണണേ എന്ന പ്രാർത്ഥന മാത്രമേ ആയിരുന്നുള്ളൂ.